നമസ്കാരം, ഷെറിൻ. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേറ്ററിങ്ങിന് 1000 പേരുടെ മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഞാനുള്ളത് തിരുവല്ല കിഴക്കമ്പത്തൂരിൽ KMS കേറ്ററിങ്ങിൻ്റെ കിച്ചണിലാണ്. ഈ മീൻകറി ഉണ്ടാക്കുന്നത് അതിൻ്റെ മുതലാളി കൂടിയായ കുഞ്ഞോച്ചാനാണ്. ഇപ്പം വാർപ്പ് ചൂടായതിനു ശേഷം നമ്മൾ 2 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കടുകും അതുപോലെ തന്നെ ഉലുവയും ചേർത്തിരിക്കുകയാണ്. ഇനി അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചതാണ് അതിലേക്ക് തിളച്ച് വന്ന എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മളിപ്പോൾ ചേർക്കുകയാണ്. നമ്മൾ അടുത്തതായിട്ട് ചേർത്തത് കറിവേപ്പിലയായിരുന്നു. കറിവേപ്പില ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നല്ലപോലെ മൂത്ത് വരണം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി ചേർത്തിരിക്കുകയാണ്. മല്ലിപ്പൊടി 1 കിലോയാണ് ചേർത്തിരിക്കുന്നത്. 1 കിലോ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ മുളക് പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത്. ഇതിൻ്റെ അകത്ത് ഇട്ടിരുന്നത് 3 കിലോ മുളക് പൊടിയായിരുന്നു. മുളക് പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഈ ഒരു മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി നല്ലപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇളക്കി നല്ലപോലെ ഇതൊന്ന് മൂത്ത് വരണം. അതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മൂത്തതിന് ശേഷം നമ്മളിപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. 1000 പേരുടെ മീൻകറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 1500 മീൻ കഷ്ണത്തോളം ഉണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ ഈ ഗ്രേവി ശകലം തിക്കാണ്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി ഒന്നുമല്ല, ആവശ്യത്തിന്. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന പുളി അതിലേക്ക് ഇടുക. പുളി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടി നമുക്ക് ഈ ഗ്രേവിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഗ്രേവി കുറവാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ ഓൾറെഡി കഴുകി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഈ ഗ്രേവി തിളച്ച് കഴിയുമ്പോൾ മീനിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങും. അതിലേക്ക് നമ്മുടെ 1500 മീൻ കഷ്ണങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ ഗ്രേവിക്കകത്തേക്ക് ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഈ മീൻ കറി ഉണ്ടാക്കുന്നത് തലേ ദിവസമാണ്. എന്നാലേ പിറ്റേ ദിവസത്തേക്ക് ഇതിന് ഉപ്പും പുളിയും എരിവും എല്ലാം ഈ മീൻ കഷ്ണത്തെ പിടിക്കത്തുള്ളൂ. നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയാണ് വെക്കുന്നത്. കേറ്ററിങ്ങിനെല്ലാം അങ്ങനെ തന്നെയാണ്. ഏകദേശം ഇപ്പം ആ ഒരു മീൻ കഷ്ണം എല്ലാം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു അടപ്പെടുത്ത് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചതിന് ശേഷം ഇതൊരു മീൻകറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അടപ്പെടുത്ത് മാറ്റും. അതിനുശേഷം ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിരിക്കുകയാണ്. ഓൾറെഡി ഈ മീൻ വെട്ടി വരുന്ന പീസിൽ തന്നെ അവർ ഉപ്പിട്ടാണ് വിടുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മീൻ തിളച്ചതിന് ശേഷം, അതായത് മീൻ കഷ്ണം വെന്തതിന് ശേഷം ചട്ടുമായിട്ട് ഇളക്കാതിരിക്കുക മാക്സിമം. ഇതുപോലെ സൈഡിൽ വല്ല കമ്പിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ മീൻ പൊടിഞ്ഞു പോകാനോ അങ്ങനെയുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം നമ്മുടെ മീൻ കറി ഏകദേശം ആയിരിക്കുകയാണ്. കറക്റ്റ് ഗ്രേവിയും കാര്യങ്ങളും എല്ലാം ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മീൻകറിയെ പറ്റി പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ കല്യാണത്തിന് കഴിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന നല്ല അടിപൊളി രുചികരമായിട്ടുള്ളൊരു മീൻകറിയുടെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് ഉണ്ടാക്കിയത് തിരുവല്ല KMSലായിരുന്നു. അപ്പോൾ ഈ മീൻകറി ഇപ്പോൾ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലേക്ക് കരിയാപ്പില വിതറിയിട്ടിരിക്കുകയാണ്.